ഒരു ദിവസം ഒരു കഴുത കടുവയോട് പറഞ്ഞു, പുല്ലിന് നീല നിറമാണ്. കടുവ പറഞ്ഞു, അല്ല, പുല്ലിന് പച്ച നിറമാണ്. വിവാദം കടുത്തതോടെ ഇരുവരും സിംഹത്തിന്റെ അടുക്കിലേക്ക് പോയി വിധി ചോദിക്കാൻ. സിംഹം ഇരിക്കുന്ന സ്ഥലം എത്തുന്നതിന് മുമ്പേ കഴുത ഉറക്ക വിളിച്ചു ചോദിച്ചു, രാജാവേ, പുല്ലിന്റെ നിറം നീലയല്ലേ? സിംഹം പറഞ്ഞു, അതെ, പുല്ല് നീലയാണ്. കഴുത വളരെ സന്തോഷത്തോടെ പറഞ്ഞു, കടുവ എന്നെ എതിർത്ത് സംസാരിക്കുന്നു, ദയവായി അവനെ ശിക്ഷിക്കൂ. സിംഹം വിധിച്ചു, കടുവയ്ക്ക് 5 വർഷം മൗനശിക്ഷ. കഴുത സന്തോഷത്തോടെ തുള്ളിച്ചാടി പുല്ല് നീലയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. ശിക്ഷ സ്വീകരിച്ച കടുവ സിംഹത്തോട് ചോദിച്ചു, രാജാവേ, ഞാൻ ശരിയാണ് പറഞ്ഞത്, പുല്ലിന് പച്ച നിറമാണ്. സിംഹം ശാന്തമായി പറഞ്ഞു, അതെ, പുല്ല് പച്ചയാണ്. ഇത് കേട്ട് കടുവ അത്ഭുതപ്പെട്ടു. കടുവ ചോദിച്ചു, പിന്നെ എന്തിനാണ് എന്നെ ശിക്ഷിച്ചത്? സിംഹം പറഞ്ഞു, ഈ ശിക്ഷ പുല്ലിന്റെ നിറത്തെക്കുറിച്ചല്ല. ബുദ്ധിമാനും ധൈര്യശാലിയുമായ നീ ആ കഴുതയോട് തർക്കിച്ച് സമയം കളഞ്ഞതിനാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സമയനഷ്ടം സത്യമറിയാൻ താല്പര്യമില്ലാത്തവരോട് വാദിക്കുന്നതാണ്. അവരുടെ ആവശ്യം ജയിക്കുക എന്നത് മാത്രമാണ്, സത്യമറിയലല്ല. അതുകൊണ്ട് വിഡ്ഢികളോട് തർക്കിക്കാൻ നിൽക്കുന്നത് അതിനേക്കാൾ വലിയ വിഡ്ഢിത്തമാണെന്ന് തിരിച്ചറിയുക. കാരണം അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കാൻ പോലുമുള്ള ബുദ്ധിയില്ല. കഴുകന്മാരോടൊപ്പം പറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോഴികളോടൊപ്പം ചികയാൻ നിൽക്കരുത്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.